ഹൈ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ന്യൂ ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ ചാപ്റ്ററായ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അഥവാ സാധ്യതകളുടെ ഗണിതം എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 77 ജോമെട്രിക്കൽ പ്രോബബിലിറ്റി അഥവാ ജാമിതീയ സാധ്യത എന്ന ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഒരു പടം തന്നിരിക്കും. അതിൽ ഇപ്പോൾ ഇവിടെ ഞാൻ കളർ വെച്ചിട്ടാണ് ആദ്യം പറയാൻ പോകുന്നത്. പിന്നെ കണ്ണടച്ച ഒരു കുത്ത് ഇതിനകത്ത് അടയാളപ്പെടുത്തിയാൽ അത് ഇന്ന കളറിൽ വരാനുള്ള സാധ്യത പ്രോബബിലിറ്റി എത്രയാണ് എന്നൊക്കെയാണ് ഉള്ള ചോദ്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം പ്രോബബിലിറ്റി അഥവാ സാധ്യത ഫ്രാക്ഷൻ രൂപത്തിലാണ് എഴുതുന്നത്, അതായത് ഭിന്നസംഖ്യ രൂപത്തിലാണ് എഴുതുന്നത്. അപ്പോൾ ഭിന്നസംഖ്യ രൂപത്തിൽ നമ്മൾ എഴുതുമ്പോൾ ഇതിലെ ഓരോ പാർട്ടും ഒരേ സൈസിലായിരിക്കണം. നമുക്ക് വ്യത്യസ്ത സൈസിൽ തന്നാൽ, വ്യത്യസ്ത വലിപ്പത്തിൽ തന്നാൽ അതിനെ ഒരേ വലിപ്പത്തിലാക്കി മാറ്റാൻ ശ്രമിക്കുക. ഞാൻ അല്ലാത്ത പ്രോബ്ലംസും ഉണ്ട്, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു വൃത്തമാണ്, ഒരു സർക്കിളാണ്, അതിനെ 8 ആയിട്ട് മുറിച്ചിട്ടുണ്ട്. ഇതിൽ 3 യെല്ലോ ഭാഗങ്ങളുണ്ട്. 3 യെല്ലോ, 2 ബ്ലൂ, 2 പർപ്പിൾ, ഒരു ഓറഞ്ച്. ഇത്രയും കളേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാം. ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ റെഡ് കളറിൽ ആരോ മാർക്കിന് നേരെ വരുന്നത് ഏത് കളറാണോ അതിൻ്റെ പ്രോബബിലിറ്റി എത്ര, അത് വരാനുള്ള സാധ്യത എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് യെല്ലോ നമുക്ക് ആദ്യം നോക്കാം. യെല്ലോ ഇവിടെ 3 വൃത്താംശങ്ങളിൽ യെല്ലോ കിടപ്പുണ്ട്. അപ്പോൾ ടോട്ടൽ 8 എണ്ണമാണെന്നറിയാം. അപ്പോൾ യെല്ലോ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 3/8 ആണ്. ഇനി ബ്ലൂ കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചതെങ്കിൽ ബ്ലൂ 2 ഇടത്തുണ്ട്. അപ്പോൾ 2/8 ആണ് ബ്ലൂ കിട്ടാനുള്ള സാധ്യത. ഇവിടെ 2/8നെ 1/4 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. പർപ്പിളാണ് ചോദിച്ചെങ്കിൽ പർപ്പിളും 2 വൃത്താംശങ്ങളിലുണ്ട്, 2 സെക്ടേഴ്സിലുണ്ട്. അപ്പോൾ അതും 2/8 ആണ്, അതിനെയും 1/4 നമുക്ക് എഴുതാം. ഇനി ഓറഞ്ചാണ് ചോദിച്ചെങ്കിൽ ഓറഞ്ച് ആകെ ഒറ്റ ഒരു ഭാഗത്തേ ഉള്ളൂ, അപ്പോൾ 1/8 എന്ന് നമുക്ക് എഴുതാം. ഇനി വേറൊരു ചോദ്യം ഞാൻ തരാം. ഈ ഒരു ഫിഗർ നോക്കിക്കേ. ഇവിടെ നമ്മൾ നോക്കാതെ ഒരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് റെഡ് കളർ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ട്രയാങ്കിളിന് വരണമെങ്കിൽ ഉള്ള സാധ്യത അഥവാ പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് പടമാണ്, അതിനകത്ത് റെഡ് കളർ ട്രയാങ്കിൾ വലുതായിട്ടാണ് ഇരിക്കുന്നത്, മറ്റേ 2 ട്രയാങ്കിൾ ചെറിയ ട്രയാങ്കിളാണ്. പക്ഷേ നമുക്ക് ഈ ട്രയാങ്കിളിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഈ റെക്റ്റാങ്കിളിനെ. അതായത് നമ്മളിതാ ഇതിനെ ഇങ്ങനെ അങ്ങ് വരച്ച് കഴിഞ്ഞാൽ നോക്കിക്കേ, 4 ഈക്വൽ ട്രയാങ്കിൾസായി മാറി അല്ലേ? സെയിം സൈസുള്ള ട്രയാങ്കിൾസായി മാറി. ഇവിടെ ടോട്ടൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 1 2 3 4. ടോട്ടൽ ട്രയാങ്കിൾസ് 4 ഉണ്ട്. അതിനകത്ത് എത്ര എണ്ണം റെഡ് കളറാണ്? 2 ട്രയാങ്കിൾസ് റെഡ് കളറായിട്ട് 2/4 ആണ് ഈ റെഡ് കളറിലെ ട്രയാങ്കിൾ, വലിയ ട്രയാങ്കിളിൽ ഒരു ഡോട്ട് വരണമെങ്കിലുള്ള സാധ്യത. അപ്പോൾ 2/4 എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്ന് പറഞ്ഞാൽ 1/2 ആണ്. അതാണ് പ്രോബബിലിറ്റി ഹാഫാണ്. കാരണം എന്താണ്? ഇവിടെ ഈ റെക്റ്റാങ്കിളിൻ്റെയും ട്രയാങ്കിളിൻ്റെയും ബേസ് സെയിം ആണ് അല്ലേ? പിന്നെ ഈ റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ് തന്നെയാണല്ലോ ട്രയാങ്കിളിൻ്റെ ഹൈറ്റും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിരുന്നു, ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ഈസ് ഡബിൾ ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. അത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിരുന്നു. ഇനി അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് പറയുകയാണെങ്കിലോ, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ഹാഫ് ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ. അപ്പോൾ ഏരിയ വെച്ചിട്ട് നമുക്ക് ഈ ജോമെട്രിക്കൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ അത് നമ്മളിങ്ങനെ പ്രോബ്ലത്തിൽ ചെയ്യുന്നുണ്ട്. ഇനി പേജ് നമ്പർ 78 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് 5 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഇവിടെ ഗ്രീൻ കളർ റീജിയൻ വന്നിരിക്കുന്നത് യെല്ലോ കളർ റീജിയൻ്റെ അകത്താണ്. അപ്പോൾ ഗ്രീൻ കളർ റീജിയനിൽ ഒരു ഡോട്ട് വരാനുള്ള, ഒരു കുത്തിട്ടാൽ, കണ്ണടച്ച് നമ്മളൊരു കുത്തിട്ടാൽ അത് ഗ്രീൻ കളർ റീജിയനിൽ വരാനുള്ള സാധ്യതയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഫിഗർ നോക്കാം. ഒന്നാമത്തെ ഫിഗർ എന്ന് പറയുന്നത് ഒരു സ്ക്വയറിനകത്ത് ആ സ്ക്വയറിൻ്റെ ഓരോ സൈഡിൻ്റെ മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന അകത്തൊരു സ്ക്വയർ ഉണ്ട്. ആ അകത്തെ സ്ക്വയറാണ് ഗ്രീൻ കളർ റീജിയൻ. അവിടെ ഒരു ഡോട്ട് വരാനുള്ള സാധ്യത എത്രയാണ്, പ്രോബബിലിറ്റി എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫിഗർ. ഇവിടെ ഗ്രീൻ കളർ റീജിയൻ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രീൻ കളർ റീജിയൻ നമുക്കറിയാം സ്ക്വയറാണ്, ബാക്കിയുള്ളതെല്ലാം ട്രയാങ്കിൾ ഷേപ്പാണ്. അതാണ് യെല്ലോ കളർ റീജിയൻ. അപ്പോൾ നമുക്ക് ഒരേ സൈസിലാക്കണം, ഒരേ ഷേപ്പ് ആവണം, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ആദ്യം നോക്കുക. അപ്പോൾ നമുക്ക് ഈ അകത്തെ ട്രയാങ്കിളിൻ്റെ വേർട്ടിസസ് നമുക്ക് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ എല്ലാം ട്രയാങ്കിൾസ് ആയല്ലോ. ഇപ്പോൾ ടോട്ടൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട് എന്ന് നമുക്ക് ആദ്യം നോക്കാം. 1 2 3 4 5 6 7 8 ടോട്ടൽ 8 ട്രയാങ്കിൾസ് ഉണ്ട്. അതിനകത്ത് 4 ട്രയാങ്കിൾസ് ആണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്, അല്ലെ ഗ്രീൻ കളർ റീജിയൻ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് 4/8 എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഡോട്ട് ഇൻ ദ ഗ്രീൻ കളർ റീജിയൻ ഈസ് ഈക്വൽ ടു 1/2. ഗ്രീൻ പച്ച കളർ ഭാഗത്ത് കുത്തു വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് 1/2 ആണ്. ഇനി അടുത്ത ഫിഗർ നോക്കാം. ഇതാണ് നമ്മുടെ ഫിഗർ. അതായത് റെഗുലർ ഹെക്സഗൺ ആണ്. അതിനകത്തൊരു ട്രയാങ്കിൾ, അതായത് ഒന്നിടവിട്ടുള്ള വേർട്ടിസസ് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ അഥവാ ത്രികോണം വരച്ചിരിക്കുകയാണ്. ആ ത്രികോണമാണ് പച്ച കളറിലെ റീജിയൻ, പുറത്തുള്ളതെല്ലാം മഞ്ഞ കളറിലെ റീജിയൻ ആണ്. അപ്പോൾ നമുക്ക് ഇതും ഈക്വലായ സൈസല്ല, എല്ലാം ട്രയാങ്കിൾ ഷേപ്പാണ്, പക്ഷെ നടുക്കത്തെ വലിയ ട്രയാങ്കിളാണ്. നമുക്കതിനെ ഈക്വൽ സൈസുള്ള ട്രയാങ്കിളാക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എല്ലാ ട്രയാങ്കിളും സെയിം സൈസിൽ കിട്ടി. ഇപ്പോൾ ടോട്ടൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് നമുക്ക് ആദ്യം എണ്ണി നോക്കണം. നോക്കിക്കേ, 1 2 3 4 5 6 ടോട്ടൽ 6 ട്രയാങ്കിൾസ് ഉള്ളതിൽ 3 ട്രയാങ്കിൾസ് ആണ് ഗ്രീൻ കളർ റീജിയൻ. ഈ 3/6 എന്ന് പറയുന്നതിന് 1/2 എന്ന് ലോവസ്റ്റ് ഫോം അഥവാ സിംപ്ലസ്റ്റ് ഫോമാക്കി വെട്ടിച്ചെറുതാക്കി നമുക്ക് എഴുതാം. കാരണം 3ഉം 6ഉം 3ൻ്റെ ഗുണനപ്പട്ടികയിലുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇനി മൂന്നാമത്തെ ചോദ്യത്തിൽ ഒരു സ്റ്റാർ ഷേപ്ഡ് ഫിഗറാണ്. അതിൻ്റെ ഓരോ വേർട്ടിസസിലേക്കും ഉള്ള, അതായത് ടോട്ടൽ 6 വേർട്ടിസസ് ഉണ്ട് പുറത്തേക്ക് നിൽക്കുന്നത്. അതിൽ ട്രയാങ്കിൾസ് ആണ്, പക്ഷെ അകത്ത് ഒരു ഹെക്സഗൺ ആണ്. അപ്പോൾ നമുക്ക് ഇതിനെയും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് അതിനെ കട്ട് ചെയ്യേണ്ടത്? ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എല്ലാ ട്രയാങ്കിൾസും സെയിം സൈസിൽ കിട്ടി, അല്ലേ? ഇനി നമുക്ക് എല്ലാ ട്രയാങ്കിൾസും കൂടെ ടോട്ടൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ പച്ച തന്നെ എത്ര ഉണ്ടെന്ന് നോക്കിക്കുക. 1 2 3 4 5 6. അങ്ങനെ ഗ്രീൻ കളർ 6 ട്രയാങ്കിൾസും പുറത്ത് അതേപോലെ 6 ട്രയാങ്കിൾസ്. അപ്പോൾ ടോട്ടൽ 12 ട്രയാങ്കിൾസ് ഉണ്ട്. അതിനകത്ത് ഗ്രീൻ കളർ 6 ട്രയാങ്കിൾസ് ആണ്. ഇത് രണ്ടും 6ൻ്റെ ടേബിളിലുള്ളതുകൊണ്ട് ഇതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/2 എന്ന് നമുക്ക് കിട്ടും. ഇനി അടുത്ത ഫിഗർ നോക്കാം. ഇവിടുത്തെ ഫിഗർ എങ്ങനെയാണ്? ഒരു സർക്കിളിനകത്ത് ഒരു സ്ക്വയറാണ്. സ്ക്വയറിൻ്റെ 4 വേർട്ടിസസ് സർക്കിളിലാണ് കിടക്കുന്നത്, അല്ലേ? പക്ഷേ ഇവിടെ നമുക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ എക്സാമ്പിൾ ചെയ്തല്ലോ. ആദ്യത്തെ എക്സാമ്പിൾ എന്തായിരുന്നു? ആ റൊട്ടേറ്റ് ചെയ്യുന്ന പേപ്പറായിരുന്നു. എന്നിട്ട് ഇത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തുള്ളതായിരുന്നു. പക്ഷേ ഇതുപോലെ നമുക്ക് ആക്കാൻ പറ്റത്തില്ല. രണ്ടാമത് ചെയ്ത റെക്റ്റാങ്കിളിനകത്തൊരു ട്രയാങ്കിളുള്ള, ഇവിടെ ഞാൻ ഏരിയ വെച്ചിട്ടാണ് പറഞ്ഞു തന്നത്, അല്ലേ? രണ്ടാമത്തെ എക്സാമ്പിൾ അതുപോലെ നമുക്കും ഇവിടെ ഏരിയ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് ഗ്രീൻ കളർ റീജിയൻ്റെ ഏരിയ ഓഫ് ദ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് സർക്കിൾ. ഇങ്ങനെയാണ്
നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത്. അതായത് നമുക്ക് ഗ്രീൻ കളർ റീജിയണിലെ പ്രോബബിലിറ്റിയാണ് വേണ്ടത്. കുത്ത് ഇടുമ്പോൾ ഗ്രീൻ കളർ റീജിയണിൽ കിട്ടാനുള്ള സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പച്ച കളറിൻ്റെ ഷേപ്പ് എന്താണ്? സ്ക്വയറാണ്. അതിൻ്റെ ഏരിയ ബൈ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് സർക്കിളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല, പക്ഷെ നമുക്ക് ഇതിനെ കണ്ടുപിടിക്കുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ, സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് എ ആയിട്ട് എടുത്താൽ, എ സെൻറ്റിമീറ്റർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈപ്പോട്ന്യൂസ്, അതായത് ഈ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത് എന്താണ്? ഈ സർക്കിളിൻ്റെ റേഡിയസ് ഡയമീറ്ററാണ് അല്ലേ? ഈ സർക്കിളിൻ്റെ ഡയമീറ്ററാണ് ഈ സ്ക്വയറിൻ്റെ ഡയഗണൽ. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? ഈ സ്ക്വയറിൻ്റെ ഡയഗണൽ എന്ന് പറയുമ്പോൾ ഈ ട്രയാങ്കിൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ അതൊരു റൈറ്റ് ട്രയാങ്കിളാണ്. അതിൻ്റെ ഹൈപ്പോട്ന്യൂസ് ആണ് ഈ സ്ക്വയറിൻ്റെ ഡയഗണൽ. അത് തന്നെയാണ് ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ. അപ്പോൾ നമുക്ക് പൈതഗോറസ് തിയറം അറിയാം അല്ലേ? ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതായത് കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ പാദവും ലംബവും സെയിം ആണ് അല്ലെ? ബേസും ഓൾട്ടിറ്റ്യൂഡും സെയിം ആണ്. അപ്പോൾ രണ്ടും എ തന്നെയാണ് അല്ലേ? അപ്പോൾ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്താണ്? 2a² ആണ്. 2a² ആണ് എന്ത്? ഹൈപ്പോട്ന്യൂസിൻ്റെ സ്ക്വയർ. അപ്പോൾ ഹൈപ്പോട്ന്യൂസ് എന്ത് വരും? അല്ലെങ്കിൽ ഈ സ്ക്വയറിൻ്റെ ഡയഗണൽ അല്ലെ വികർണം, അല്ലെങ്കിൽ ഇതെന്താണ്? ഈ വൃത്തത്തിൻ്റെ എന്താണ്? വ്യാസമാണ്. വ്യാസം അഥവാ ഡയമീറ്ററാണ്. ഇതെല്ലാം സെയിം ആണ് അല്ലേ? ഈ ഫിഗർ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഹൈപ്പോട്ന്യൂസ് എത്ര വരും? √2a എന്ന് വരും അല്ലേ? ഹൈപ്പോട്ന്യൂസ് √2a ആണ്. പക്ഷെ നമുക്ക് ഇതിൻ്റെ ഏരിയ ഓഫ് എ സർക്കിളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റേഡിയസ് വേണം അല്ലേ? അപ്പോൾ റേഡിയസ് എത്രയായിരിക്കും? റേഡിയസ് അഥവാ ആരം √2a/2. ഈ √2നെയും 2നെയും കൂടെ ക്യാൻസൽ ചെയ്ത് വരുമ്പോൾ എന്ത് കിട്ടും? നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അപ്പോൾ a/√2 എന്ന് വരും. ഇനി സ്ക്വയറിൻ്റെ ഏരിയ കാണുന്നത് എങ്ങനെയാണ്? ഒരു വശത്തിൻ്റെ നീളം a ആണെങ്കിൽ സ്ക്വയറിൻ്റെ ഏരിയ കാണുന്നത് സൈഡ് ഇൻറ്റു സൈഡ്. അപ്പോൾ a ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദി സർക്കിൾ എന്ന് പറയുന്ന πr² ആണ്. പൈ ഇൻറ്റു റേഡിയസിൻ്റെ സ്ക്വയർ. റേഡിയസ് a/√2 ആണ് അതിൻ്റെ സ്ക്വയർ. അപ്പോൾ a ഇൻറ്റു a എന്താണ്? a² ആണ് ബൈ പൈ ഇൻറ്റു, ഇവിടെ മുകളിലും താഴെയും സെപ്പറേറ്റ് സ്ക്വയർ കൊടുക്കുക. അപ്പം സെപ്പറേറ്റ് സ്ക്വയർ കൊടുക്കുമ്പം a²/2 എന്ന് വരും. /2 മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു 2 ആയി. അപ്പോൾ a² ക്യാൻസലായിട്ട് 2/π ആണ് നമ്മുടെ പ്രോബബിലിറ്റി അഥവാ സാധ്യത. പച്ച കളറിൽ ഉള്ള ഭാഗത്ത് കുത്തിടുമ്പോൾ കിട്ടുന്ന സാധ്യത എന്ന് പറയുന്നത് 2/π ആണ്. ഇനി അടുത്ത ചോദ്യം കൂടെ നോക്കാം. ഇതിലെ ലാസ്റ്റ് ചോദ്യമാണിത്. ഇവിടെ നേരത്തെ നേരെ തിരിഞ്ഞ്, അതായത് സർക്കിളകത്തും സ്ക്വയർ പുറത്തും. അപ്പോൾ ഇവിടെ സർക്കിളിൻ്റെ ഏരിയയെ സ്ക്വയറിൻ്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? പ്രോബബിലിറ്റി കാണാൻ വേണ്ടിയിട്ട് പ്രോബബിലിറ്റി ഈക്വൽ ടു സാധ്യത ഈക്വൽ ടു, അതായത് പച്ച കളറിനകത്ത് ഒരു ഡോട്ട് ഇട്ടാൽ വരാനുള്ള സാധ്യത, ഏരിയ ഓഫ് സർക്കിൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് സ്ക്വയർ. ഇവിടെ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കുന്ന എന്താണ്? സർക്കിളിൻ്റെ റേഡിയസ് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇവിടെ തൊട്ട് ഇങ്ങോട്ടുള്ള നീളം എടുത്തു കഴിഞ്ഞാൽ അത് സ്ക്വയറിൻ്റെ ഒരു വശത്തിൻ്റെ പകുതിയല്ലേ? അല്ലെങ്കിൽ നമുക്ക് സൈഡ് ലെങ്ത് ഓഫ് ദി സ്ക്വയർ എന്തെഴുതാം? സൈഡ് ലെങ്ത് ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് 2 ടൈംസ് റേഡിയസ് ആണല്ലോ. അപ്പോൾ 2 റേഡിയസിനെ നമുക്ക് a എന്ന് എടുത്തു കഴിഞ്ഞാൽ 2a ആയിരിക്കും സ്ക്വയറിൻ്റെ സൈഡ് ലെങ്ത്. ഇത് മുഴുവനും കൂടെ 2a ആണ്. മനസ്സിലായോ?
അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാമല്ലോ. ഡിനോമിനേറ്റർ എളുപ്പം കിട്ടിയല്ലോ. സമചതുരത്തിൻ്റെ പരപ്പളവ് നമുക്ക് കിട്ടിയല്ലോ. ഇനി സർക്കിളിൻ്റെ ഏരിയ കാണാൻ അറിയാം. ഫോർമുല നമുക്കറിയാം. സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ ആർ അഥവാ റേഡിയസ് അഥവാ ആരം എന്ന് പറയുന്നത് എ ആയതുകൊണ്ട് പൈ എ സ്ക്വയർ എന്ന് എഴുതാം. ബൈ ഏരിയ ഓഫ് ദി സ്ക്വയർ, സൈഡ് ലെങ്ത് ഓഫ് ദി സ്ക്വയർ 2a ആണ്. എല്ലാ സൈഡും തുല്യമാണ്. അപ്പോൾ സൈഡ് ഇൻറ്റു സൈഡ്, വശം ഗുണം വശമാണ് ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ്. അപ്പോൾ 2a ഇൻറ്റു 2a എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഈക്വൽ ടു പൈ എ സ്ക്വയർ ബൈ 2 ഇൻറ്റു 2 4, a ഇൻറ്റു എ സ്ക്വയർ. ഈ എ സ്ക്വയർ ക്യാൻസലായിട്ട് പൈ ബൈ 4 എന്ന് കിട്ടിയല്ലോ. അപ്പോൾ പൈ ബൈ 4 ആണ് ഈ പച്ച കളർ ഭാഗത്ത് വരാനുള്ള സാധ്യത. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് പെയേഴ്സിനെ പറ്റി പഠിക്കാം.